അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയത് എവിടെയായിരുന്നു? അതായത് അബ്സ്ട്രാക്റ്റിലാണ് നമ്മൾ നിർത്തിയത്. അബ്സ്ട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനും ഉണ്ടാക്കും, ലേബറിനും ഉണ്ടാക്കും. ഇവിടെ ഇപ്പോൾ ലേബറിൻ്റെ അബ്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരുന്ന 900 എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ അബ്സ്ട്രാക്റ്റ് ഫോർ മെറ്റീരിയൽസ് എന്നുള്ളത് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാണ്ട്, അതായത് നമ്മൾ ടൈലും സിമെൻറ്റും സാൻഡും കണ്ടു. ഇനി അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റും നമ്മൾ ഈ ഒരു 11,072ൻ്റെ 5% ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ടോട്ടൽ ഈ കോസ്റ്റിൻ്റെ 5% ഈ ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റും ഒക്കെ വാങ്ങിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എമൗണ്ട്. അപ്പോൾ ഈ 5% ഓഫ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നോക്കണം. 5% ഓഫ് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. അതായത് ഈക്വൽ ടു എന്താ വരുന്നത്? ഈ 11,072ൻ്റെ 5/100 5% എന്ത് വരുന്നത്? ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റിൻ്റെയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നോക്കാം. ഈക്വൽ ടു റുപ്പീസ് എത്രയാണെന്നുള്ളത് നോക്കണം. നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. അപ്പോൾ 11,072 ഇൻറ്റു 5/100 553.6. ഇപ്പോൾ 554 എടുക്കാം. അതായത് റുപ്പീസ് 554 ആണ് വരുന്നത്. റുപ്പീസ് 554 ആണ് വരുന്നത്. നമുക്കിതിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അപ്പോൾ എത്ര വരിക? ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 11,072 പ്ലസ് 554 എന്ന് വരും. അതായത് 11,072 പ്ലസ് 554 11,626 വരും. റുപ്പീസ് 11,626 എന്ന് വരും. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബറും കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബറും കിട്ടിയിട്ടുണ്ട്. ഇത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബറാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബർ 900 കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇത് നമുക്കൊരു ടേബിളിൻ്റെ ഉള്ളിലാക്കണമെന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ ഉള്ളിലാക്കാം. ടേബിളിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ലേബറും കിട്ടി, ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും കിട്ടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൽ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ്? ടൈലും സിമെൻറ്റും സാൻഡും കണ്ടിട്ട് ടോട്ടൽ കോസ്റ്റ് കാണുക. ഇതിൻ്റെ 5% ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റും വരുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ കണ്ടു. അതേപോലെ ഇവിടെ ലേബറും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 900 ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് എന്താണ്? ടോട്ടൽ ലേബർ കോസ്റ്റ് വരും. അപ്പോൾ അത് വരുന്നത് ഈക്വൽ ടു റുപ്പീസ് 11,626 പ്ലസ് റുപ്പീസ് 900. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. പ്ലസ് റുപ്പീസ് 900. ഇത് എത്രയാണെന്നുള്ളത് നോക്കുക. ഈക്വൽ ടു റുപ്പീസ് ഇത് 11,626 പ്ലസ് 900 വരും. അപ്പോൾ 12,526. 12,526 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്.
നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കണ്ടിജൻസീസിന് 5%, വാട്ടർ ചാർജിന് 1.5%, 2% എക്വിപ്മെൻറ്റ് ടാക്കിൾസിനും 10% നമ്മൾ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റുമായിട്ടും കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ വേസ്റ്റേജ് ഓഫ് ടൈൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. 5% വേസ്റ്റേജ് ഓഫ് ടൈലും കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ കിട്ടിയ 11,626 കൂടെ നമ്മൾ 5% വേസ്റ്റേജ് ഓഫ് ടൈൽ, അതായത് കുറേ ടൈൽ പൊട്ടിയിട്ടും അങ്ങനെ ഒക്കെ നമുക്ക് വേസ്റ്റായി പോകില്ലേ കുറച്ച് ടൈൽസ്, അതിൻ്റെ കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് 11,626 എത്ര വരുന്നത് ഇൻറ്റു 5/100 വരും. അപ്പോൾ അത് നമുക്ക് എത്രയാണ് നോക്കാം. ഇത് 11,626 ഇൻറ്റു 5/100, അപ്പോൾ 582 എന്ന് എടുക്കാം. ഈക്വൽ ടു ₹582 ഈക്വൽ ടു ₹582. നമുക്കിതിൽ വേറെ ടേബിൾ കൊടുത്തിട്ട് ചെയ്യാം. ടേബിൾ കൊടുത്തിട്ട് 5% വേസ്റ്റേജ് ഓഫ് ടൈൽസും കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അമൗണ്ട് എത്ര വരിക എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതായത് ₹582 ആണെന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ ടോട്ടൽ ഇത് കാണാം. ₹582. പിന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ കാണാം. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. Total material cost ഇവിടെ എത്രയാണെന്നുള്ളത് കൊടുക്കുക. അതായത് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 11,072 പ്ലസ് 554 പ്ലസ് 582 എന്ന് വരും. അത് എത്രയാണെന്നുള്ളത് നോക്കാം. 11,072 പ്ലസ് 554 പ്ലസ് 582, അപ്പോൾ 12,208 എന്നാണ് വരുന്നത്. ₹12,208. ഇതാണ് ഒരു ചെറിയൊരു ചേഞ്ച് ഉള്ളത്. ഇതും കൂടി നിങ്ങൾ ഇതിലേക്ക് നോക്കുക കേട്ടോ. അതായത് ഇപ്പോൾ മനസ്സിലായി വിചാരിക്കണം. അതായത് ടൈലും സിമെൻറ്റും സാൻഡും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ 5% എന്തായിരിക്കും, 11,072ൻ്റെ 5% ആണ് ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻ്റായിട്ട് വരുന്നത്. പിന്നെ 5% കൂടി എന്ത് വരും, വേസ്റ്റേജ് ആയിട്ടും കൂടി എടുക്കുക. അതായത് ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാത്തിൻ്റെയും കൂട്ടിയിട്ടൊരു 5% വേസ്റ്റേജ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ അമൗണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. അതായത് വേസ്റ്റേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12,208 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ലേബർ ചാർജ് എന്ന് പറയുന്നത് 900 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 12,208 പ്ലസ് 900 എന്ന് വരും. ഇവിടെ വരുമ്പോൾ 12,208 പ്ലസ് 900 എന്ന് വരും. അപ്പോൾ 13,108 എന്ന് വരും. 13,108 ഇതാണ് ടോട്ടൽ കോസ്റ്റിൽ വരുന്നത്.
ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇനി ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ് കാണണം. അതായത് 5% ഓഫ് ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ കണ്ടിജൻസീസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഈ 13,108 ഇൻറ്റു 5/100 അത് എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതുപോലെ ഇവിടെ വരുമ്പോൾ 13,108 ഇൻറ്റു 1.5/100 അത് എത്രയാണെന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ തന്നെ 13,108 ഇൻറ്റു 2/100 2%. പിന്നെ 10% വരുമ്പോൾ 13,108 ഇൻറ്റു 10/100 അത് എത്രയാണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇവിടെ എത്ര വരികയെന്നുള്ളത് നോക്കാം. ഇവിടെ വരുമ്പോൾ എത്ര വരിക നോക്കാം. അതായത് 13,108 ഇൻറ്റു 5/100 അപ്പോൾ 655.4 എന്ന് വരും. റുപ്പീസ് 655.4. ഈ 1.5% വരുമ്പോൾ എത്രയാണെന്ന് നോക്കാം. ഇത് 13,108 ഇൻറ്റു 1.5 പിന്നെ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 196.6 എന്ന് കിട്ടും. റുപ്പീസ് 196.6. ഇനി 2% വരുമ്പോൾ എത്രയാണ് നോക്കാം. 13,108 ഇൻറ്റു 2/100 262 റുപ്പീസ് 262. പിന്നെ 10%. ഇപ്പോൾ 10% എന്ന് പറയുമ്പോൾ ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ 1310 എന്ന് വരും. 1310.8. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ എല്ലാ വാല്യൂസും കൂടി നമുക്ക് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ്. അതായത് ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ കോസ്റ്റ് 13,108 പ്ലസ് ഈ ഓരോ എക്സ്ട്രാ അമൗണ്ട്സ് പെർസെൻറ്റേജ് അമൗണ്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് പ്ലസ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് നമ്മുടെ കണ്ടിജൻസീസ്, പിന്നെ വരുന്നത് വാട്ടർ ചാർജ്, പിന്നെ വരുന്നത് 262 എക്വിപ്മെൻറ്റ് ചാർജും, പിന്നെ വരുന്നത് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 15,532 എന്ന് കിട്ടും. നമുക്കിവിടെ കിട്ടുന്നത് റുപ്പീസ് 15,532 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഗ്രാൻഡ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് എന്തൊക്കെയാണ്, ജസ്റ്റ് നമ്മളിപ്പോൾ ടൈലും സിമെൻറ്റും സാൻഡും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ടോട്ടൽ കോസ്റ്റും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ 5% കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ 5% കൂടി ടോട്ടൽ കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് 11,072 ആണെന്നുണ്ടെങ്കിൽ 11,072ൻ്റെ കൂടെ തന്നെ ഈ 11,072ൻ്റെ 5% ആഡ് ചെയ്ത് കൊടുക്കുക. അത് ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റുമായിട്ട്. എന്നിട്ട് എത്രയാണ് ടോട്ടൽ വരുന്നത് എന്നുള്ളത് നോക്കുക. ആ ടോട്ടൽ എമൗണ്ടാണ് 11,626 5% കൂടി ആഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നമ്മൾ ഈ 11,626ൻ്റെ കൂടെ, അതായത് 5% നമ്മൾ ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റും പിഗ്മെൻറ്റും ആഡ് ചെയ്ത സമ്മിൻ്റെ കൂടെ തന്നെ, അതായത് 11,626ൻ്റെ കൂടെ തന്നെ നമ്മൾ 5% വേസ്റ്റേജും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും.
ഇപ്പോൾ 11,072ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൈൽ ഗമ്മും വൈറ്റ് സിമെൻറ്റിൻ്റെ 5%. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 5% വേസ്റ്റേജ് ഓഫ് ടൈൽസ് അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 11,072ൻ്റെ കൂടെ 11,072ൻ്റെ 5% ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ടൈൽ ഗമ്മിൻ്റെയും വൈറ്റ് സിമെൻറ്റിൻ്റെയും ഒക്കെ റേറ്റ് കിട്ടും. എന്നിട്ട് ആ റേറ്റിൻ്റെ കൂടെ ആ റേറ്റിൻ്റെ 5% വേസ്റ്റേജ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടും. നമുക്ക് ടോട്ടൽ എന്നിട്ട് ഇത്രയാണ് കിട്ടുന്നത്. പിന്നെ ലേബർ ചാർജാണ്. ലേബർ ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 900 ആണെന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ ലേബർ ചാർജ് നമുക്ക് കിട്ടും. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2 എമൗണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടി. പിന്നെ നമ്മൾ എന്ത് വേണം? ഈ എമൗണ്ടിൻ്റെ കൂടെ തന്നെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ആ എമൗണ്ടിൻ്റെ 5%, 1.5%. ഇത് 13108ൻ്റെ 5% എത്രയാണ്, 1.5% എത്രയാണെന്നൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ വാല്യൂസ്, ഈ എമൗണ്ടുകളൊക്കെ തന്നെ നമ്മൾ ഈ 13,108ൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 15,532 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് കാൽക്കുലേഷൻ. ഫ്ലോറിങ്ങിൻ്റെ കാൽക്കുലേഷൻ ഇത്രയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പെയിൻറ്റിങ്ങിൻ്റെ കാൽക്കുലേഷനാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.